ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രിയയും ജയനും കൂടെ പൊരിഞ്ഞ അടി തന്നെ നടക്കുക. പ്രിയ പറയുക, ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ നല്ലത് വല്ലതും ചെയ്തിട്ടുണ്ടോ? നിങ്ങളോടുള്ള ജീവിതം എനിക്ക് മടുത്ത്, ഞാൻ കെട്ടിത്തൂങ്ങി ചാകാൻ പോവുക. നീ എനിക്ക് ഒരു സ്വസ്ഥതയും തരത്തില്ല, മാറവിടുന്ന് എന്നും പറഞ്ഞ് ജയൻ പ്രിയയെ അങ്ങോട്ട് തള്ളിയിട്ട് പുറത്തോട്ട് വരുമ്പോൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ വേണുവേട്ടനും രാധമ്മ ജയനെ കണ്ടുകൊണ്ട് പറയുക, ഇതേ ചെറിയ വീടായതുകൊണ്ട് അകത്ത് നടന്ന വഴക്ക് ഞങ്ങൾ കേട്ടു. എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ട് മക്കളുടെ കുടുംബജീവിതം മാതാപിതാക്കളായ ഞങ്ങളും അറിഞ്ഞു. ഞങ്ങളുടെ മകള് കരയുന്നത് കാണുമ്പോൾ മാതാപിതാക്കളായ ഞങ്ങൾ ഇടപെടും, അല്ലെങ്കിൽ ഭാര്യയും കൂട്ടി മറ്റൊരു വീട്ടിൽ പോയി താമസിക്കണം. രാധമ്മ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ജയൻ ചോദിക്കുക, അമ്മ എന്തോന്നാ പറഞ്ഞു വരുന്നത്? അത് ചോദിക്കാൻ പലതും ഉണ്ട്, അതിൻ്റെ മുഖവരെയാണ് ഈ പറഞ്ഞത്. നിന്റെ വീടിൻ്റെ പണി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. നീ ബിസിനസ് നടത്തി പൊളിഞ്ഞതിൻ്റെ കടം ഇതുവരെയും നീ വീട്ടിയിട്ടുമില്ല. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവൾക്കത് ചോദിക്കാനുള്ള അവകാശമില്ലേ? അവളങ്ങനെ ചോദിച്ചതിലൊക്കെ എന്താ തെറ്റിയിരിക്കുന്നത്? പട്ടാപ്പകലിങ്ങനെ കള്ളു കുടിച്ച് നടക്കുന്നത് അന്തസ്സുള്ള ചെറുപ്പക്കാർക്ക് ചേർന്നതാണോടാ? നിനക്ക് കാശ് എവിടുന്ന് കിട്ടി? നീയും ഒരച്ഛനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവള് കരയുന്നത് കാണുമ്പോൾ പെടയുന്നത് ഞങ്ങളുടെ ചങ്ക. നിന്റെ മകളിങ്ങനെ കരയുന്നത് കണ്ട നിന്റെ ചങ്ക് പെടയില്ലേ? പക്ഷെ നിന്റെ മോള് കരയുന്നത് കണ്ടാലേ ഞങ്ങളുടെ നെഞ്ച് നീറി ഞങ്ങൾ ചാകും. എന്ന് വെച്ചാലേ അത് ഞങ്ങളുടെ കുഞ്ഞുമോളാ. എടാ, നീ ഇനി കുടിക്കാൻ കള്ള് ഗ്ലാസ് എടുക്കുമ്പോൾ നിന്റെ മകളുടെ രൂപം ഒന്ന് മനസ്സിലോർക്ക്, പിന്നെ നീ മനുഷ്യനാണെങ്കിൽ കുടിക്കത്തില്ലടാ. എടാ ജയ, നീ ഇപ്പം കേട്ടതെന്താണെന്നറിയാവോ? ഒരു പെറ്റമ്മയുടെ നൊമ്പരവാ. ഞാനിവളുടെ അച്ഛനല്ലേ? എടാ, മദ്യപിച്ച് നടക്കുന്നവൻ സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയെയും കൂടപ്പറപ്പുകളെയും എല്ലാം നാണം കെടുത്തും. അങ്ങനെ അവൻ തന്നെ സമൂഹത്തിലെ ഒരു നാണക്കേടായി തന്നെ മാറും. വേണുവേട്ടൻ ഇങ്ങനെയൊക്കെ സങ്കടത്തോടെ പറയുക, എടാ, നീ കുടിച്ചു കുടിച്ച് അവസാനം കാശില്ലാതെ വരുമ്പോഴേ സ്വന്തം ഭാര്യയുടെ കിഡ്നി പോലും എടുത്ത് വിൽക്കാൻ മടിക്കത്തില്ല. നീ ഞങ്ങളെയൊന്നും ഓർക്കണ്ട, നിന്റെ ഭാര്യയുടെ മുഖത്തോട്ടൊന്ന് നോക്ക്. ഇനി നീ കുടിക്കുന്നത് കള്ളല്ല, നിന്റെ ഭാര്യയുടെയും നിന്റെ മകളുടെയും കണ്ണുനീരാണ് നീ കള്ളിന് പകരം കുടിക്കുന്നത്. അങ്ങനെ എല്ലാവരും സങ്കടത്തോടെ ജയനോട് സംസാരിക്കുന്ന കണ്ടിട്ട് ജയൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. കുറച്ചു നേരം അവരെ എല്ലാവരെയും നോക്കിയിട്ട് ജയൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൊച്ചമ്മണി ജയനെ കയറി പിടിച്ചിട്ട് പറയുന്നു, എടാ, എൻ്റെ കമ്മീഷൻ എന്തേ? പൊക്കോണം തള്ളേ അവിടുന്ന്. നിങ്ങളുടെ കമ്മീഷൻ കിട്ടിയ കമ്മീഷനെല്ലാം ഞാൻ ഒറ്റയ്ക്കങ്ങ് വിഴുങ്ങി. ഞാൻ പ്രാന്തെടുത്ത് നിൽക്കുക. എൻ്റെ മുമ്പിലോട്ടങ്ങനെ വന്നാലുണ്ടല്ലോ ഞാനൊരു കാട്ടാനായിട്ട് മാറുവേ എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് ജയൻ അങ്ങ് പോവുക. സൂര്യമംഗലം കൊട്ടാരത്തിൽ രാജുവും ഹൃതികയും വലിയ സന്തോഷത്തിലാണ്. രാജു പറയുക, ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ല ടേസ്റ്റായിട്ടൊരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നൊരു കാര്യം, മനസ്സിന് സമാധാനമില്ലാതെ ഫുഡ് കഴിച്ചാലേ ഒരു ടേസ്റ്റോട്ട് തോന്നത്തോ ഇല്ല. എന്തോ ഒരാശ്വാസവും സമാധാനമാണ് ഇതിനകത്തൊക്കെ. അതേ രാജു, എന്ത് നല്ല മുറിയാണ് ഇതൊക്കെ. ഹൃതിയെ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് പറയുക, കാമരാജൻ അറുകല വരാതെ നോക്കിയാൽ മതി, എന്നാലേ അയാളെ ഞാൻ കൊല്ലും. രാജു, നമ്മളന്ന് മയിലാടുംപാറ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ താമസിച്ചതിന് ശേഷം പിന്നെ ഇന്നാ പുറത്തൊരു മുറിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. മേഡം, ഇത് ബ്രിട്ടീഷ് ബംഗ്ലാവൊന്നും അല്ലല്ലോ, മേഡത്തിൻ്റെ കൊട്ടാരമല്ലേ. എൻ്റെ രാജു എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് കൊട്ടാരവും കുടിലും എല്ലാം ഒന്നുപോലെ. രാജു ആ മുറിയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഹൃതികയാണെങ്കിൽ രാജുവിനെ തന്നെ നോക്കിയിരുന്ന് രാജുവിൻ്റെ ഭംഗിയെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് രാജു നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്താ മേഡം എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഞാനെന്താ മേഡത്തിനെ പെണ്ണ് കാണാൻ വന്ന പോലാണല്ലോ. രാജു, പെണ്ണ് കാണലും ചെറുക്കൻ കാണലും ഒന്നുമില്ലാതെ നമ്മൾ ഒന്നായില്ലേ? എന്തെല്ലാം ടെൻഷനും പ്രോബ്ലംസും ഒക്കെ ഉണ്ടായി. എന്നിട്ടും രാജു, നമ്മളെ ദൈവം കൈവിട്ടില്ലല്ലോ. നമ്മളെ രണ്ടുപേരെയും ദൈവം ഒന്നിച്ച് ചേർത്ത് വെച്ചില്ലേ? രാജു ഇല്ലാതെ ജീവിക്കണ്ട, മരിച്ചേക്കാം എന്ന് വരെ ഞാൻ തീരുമാനിച്ചതാ രാജു. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ ഒരു മാജിക്. രാജു ഇങ്ങനെ ഹൃതികയെ തന്നെ നോക്കുക. എന്ത് സ്നേഹമാണ് ഈ ഹൃതിക മേഡത്തിന് എന്നോട്. ഈ മേഡത്തിൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. രാജു, എൻ്റെ സ്വപ്നം കാണുവാണോ? അല്ല മേഡം, ഞാനിനി എന്തോ സ്വപ്നം കാണാനാ? ഞാനും സ്വപ്നം കാണലൊക്കെ നിർത്തി രാജു. എൻ്റെ സ്വപ്നമല്ലേ സത്യമായിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നും പറഞ്ഞ് രാജുവിൻ്റെ കൈക്ക് കയറി പിടിക്കുന്നുണ്ട് ഹൃതിക. അപ്പോൾ അവരുടെ മുറിയിലോട്ട് സരസ്വതിയമ്മ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഉറങ്ങാറായില്ലേ മക്കളെ? അതിന് സമയമായില്ലല്ലോ അമ്മമ്മേ. മോളെ, ഇവിടെ നേരം സന്ധ്യയായാൽ ഉറക്കത്തിനൊരു മൂട് വരും. ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് തന്നെ കോടമഞ്ഞും വീഴും. എന്നാലേ മക്കളിനി ഉറങ്ങിക്കോ. പിന്നൊരു കാര്യം, പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കേട്ടാൽ നോക്കാനോ ഇറങ്ങാനോ പോകണ്ട. അതിവിടെ സ്ഥിരം വരുന്നതാ. അപ്പുറത്തെ തോട്ടം വരെ ആനയോ കാട്ടുപന്നിയോ ഒക്കെ വരും. എന്നാൽ ഇങ്ങോട്ടൊന്നും അവയ്ക്ക് കയറാനും പറ്റില്ല. മുറ്റത്ത് കാവൽക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ ഉറങ്ങിക്കോ, യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലേ.
ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് പ്രിയയ്ക്ക് മുത്തമൊക്കെ കൊടുത്തിട്ട് സരസ്വതി അമ്മ അങ്ങ് പോകുന്നുണ്ട്. എന്നാ കിടക്കാൻ രാജു? ആ കിടക്കാമല്ലോ എന്നും പറഞ്ഞ് രാജു പഴയതുപോലെ താഴെ കിടക്കാനുള്ള പരിപാടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയ പറയുന്നത്, എന്താ കാണിക്കുന്നത്? അതൊന്നും പറ്റില്ല, ഇവിടെ എൻ്റെ കൂടെ തന്നെ കിടക്കണം. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ രാജു. എന്നാലേ മാഡം, എനിക്കും കൂടെ കിടക്കാൻ പേടിയാ. എന്താ രാജു ഇങ്ങനെ പറയുന്നത്? ഞാൻ രാജുവിൻ്റെ ഭാര്യയല്ലേ? എന്നാൽ ഞാൻ കൂടെ കിടക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, എൻ്റെ ദേഹത്ത് തൊടരുത് എന്ന് രാജു പറയുമ്പോൾ ഹൃതിക സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കിടക്കുമ്പോൾ ഹൃതിക ഒന്ന് ചേർന്ന് കിടക്കാനും തൊടാനും ഒക്കെ ശ്രമിക്കുന്നു. പക്ഷേ രാജു പെട്ടെന്ന് കൈയൊക്കെ എടുത്ത് മാറ്റുവാണ്. അങ്ങനെ രാജു അങ്ങ് ഉറങ്ങിപ്പോയി. രാജു ഉറങ്ങുന്നതെന്ന് നോക്കി ഹൃതിക അവനെ ചേർന്നങ്ങനെ കിടക്കുവാണ്. അങ്ങനെ ഒരുവിധം നേരം പുലരാറായപ്പോൾ രാജു എഴുന്നേക്കുന്നു. ഹൃതിക നല്ല ഉറക്കത്തിലാണ്. ഈ വീട്ടിൽ ജനിച്ച് വളർന്നതാ ഹൃതിക മേഡത്തിൻ്റെ അമ്മ. ആ അമ്മയെ എങ്ങനെങ്കിലും കണ്ടുപിടിക്കണം. പത്മാവതി എന്നാ അവരുടെ പേര്. അവർക്ക് എന്തു പറ്റിയതാ? എന്താ ഈ അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നം? വർമ്മ സാറും പത്മാവതി മേഡവും കൂടെ പിരിയാനുണ്ടായ കാരണം എന്തായിരിക്കും? എല്ലാം അമ്മാമ്മയോട് തന്നെ ചോദിച്ചങ്ങ് അറിഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, കാര്യസ്ഥനോട് ചോദിക്കാം. ഇനി ഇവരാരും തന്നെ പറഞ്ഞില്ലെങ്കിൽ നേരിട്ട് വർമ്മ സാറിനോട് തന്നെ അങ്ങ് ചോദിക്കാം. എന്തായാലും ഞാൻ അവരെ കണ്ടുപിടിക്കും എന്നിങ്ങനെ നല്ല ഉറച്ച വിശ്വാസത്തിൽ നമ്മുടെ രാജു അങ്ങനെ അവിടെ ഇരിക്കുവാണ്. അംബികയുടെ അടുത്തോട്ട് നമ്മുടെ പത്മാവതി വന്നിട്ട് തോക്ക് ചൂണ്ടുവാണ് അംബികയുടെ നെറ്റിക്ക്. അംബികയാണെങ്കിൽ പത്മാവതിയുടെ മുന്നിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. പത്മാവതി പറയുക, കൊല്ലും നിന്നെ ഞാൻ. എന്നെയും തകർത്ത് എൻ്റെ കുടുംബവും തകർത്ത് നിന്നെ ഇനി ഞാൻ ജീവനോടെ വെച്ചേക്കത്തില്ല എന്നും പറഞ്ഞ് പത്മാവതി അംബികയുടെ തലമണ്ടയ്ക്ക് വെടിവെക്കുവാണ്. അയ്യോ എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് തണ്ട അംബിക ചാടി എഴുന്നേക്കുന്നു. അംബികയുടെ സ്വപ്നമാണത്. സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന അംബികയ്ക്ക് ഭയങ്കര പേടിയാണ്. പേടിച്ച് വിറച്ചിങ്ങനെ എല്ലായിടം നോക്കുവാണ് അംബിക. പേടി കൂടിയതുകൊണ്ടായിരിക്കും അംബിക നെഞ്ചു തടയുകയും പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന വെള്ളമെടുത്ത് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൈവമേ, തറവാട്ടിലുള്ള ഹൃതിക എന്തായാലും സത്യങ്ങളൊക്കെ അറിയും. അയ്യോ, ആപത്താണല്ലോ. എൻ്റെ പഴയകാല ചരിത്രമെങ്ങാണോ അവൾ അറിഞ്ഞാൽ എല്ലാം ആപത്താണല്ലോ. രാജുവും ഹൃതികയും രാവിലെ കുളിച്ച് നല്ല സുന്ദരമായ വേഷമൊക്കെ ധരിച്ച് അമ്പലത്തിൽ പോയിട്ട് വരുവാണ്. അവരാ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ് വരുന്നത്. ഹൃതിക പറയുന്നു, എന്ത് ഭംഗിയാ രാജു ഇവിടെയൊക്കെ കാണാൻ. രാജു പറയുന്നു, ഒരു വശത്ത് കാട്, മറുവശത്ത് നാട്, മനുഷ്യരും മൃഗങ്ങളും വഴക്കൊന്നും ഇല്ലാതെ ജീവിക്കുന്നു. ശരിയാ രാജു പറഞ്ഞത്. എന്നാലേ നമ്മുടെ നാട്ടിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലാ വഴക്ക്. രാജുവിനെ സ്ഥലമൊക്കെ അങ്ങ് വളരെ ഇഷ്ടപ്പെട്ട് രാജു വീണ്ടും പറഞ്ഞുകൊണ്ട് വരുക ഹൃതിയോട്, ഈ പ്രദേശം കണ്ടെത്തി ഇവിടെ വേനൽക്കാല വസതി ഉണ്ടാക്കിയ തമ്പുരാനെ സമ്മതിച്ചേ പറ്റൂ. രാജുവും ഹൃതികയും ഇങ്ങനെ സന്തോഷത്തോടെ വരുന്നത് അവിടുത്തെ പണിക്കാർ കാണുന്നുണ്ട്. അവർ ഓടി വന്നിട്ട് ചോദിക്കുന്നു, കൊച്ചു തമ്പുരാനും തമ്പുരാട്ടിയും അമ്പലത്തിൽ പോയിട്ട് വരുവാണല്ലേ? ഹൃതിക അവരോട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ രാവിലെ തന്നെ പണിക്കിറങ്ങി, പിന്നെ അല്ലാതെ ഇത് ഞങ്ങളുടെ ചോറല്ലയോ? പിന്നെ രാവിലെ തന്നെ പണിക്കിറങ്ങിയെങ്കിലല്ലേ പറ്റൂ. അവരെങ്ങനെ ഹൃതികയെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുന്നു, കൊച്ചു തമ്പുരാട്ടിയെ കണ്ടിട്ട് പത്മാവതി തമ്പുരാട്ടിയുടെ തനി പകർപ്പ് തന്നെ. അതേ നടപ്പും അതേ ചിരി, പത്മാവതി തമ്പുരാട്ടിയെ കണ്ടതുപോലെ തന്നെ. അവരങ്ങനെ പറഞ്ഞപ്പോൾ ഹൃതികയ്ക്ക് അമ്മയെ ഓർത്ത് സങ്കടം വരുക. പെട്ടെന്ന് ഹൃതിക നടക്കുന്ന കണ്ടിട്ട്, മേഡം അവിടെ നിൽക്കുമെന്നും പറഞ്ഞ് രാജുവും പുറകെ പോകുന്നുണ്ട്. മേഡം എന്താ ഇങ്ങനെ? അമ്മയുടെ കാര്യം ആരെങ്കിലും പറയുമ്പോൾ മേഡം പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നത്? അമ്മയെക്കുറിച്ച് കേൾക്കുന്നതോ ഒന്നും ഇഷ്ടമില്ലാത്തതുപോലെ. അത് രാജു, എനിക്ക് അമ്മയെക്കുറിച്ച് കേൾക്കുന്നതോ പറയുന്നതോ ഒന്നും ഇഷ്ടമല്ല രാജു. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ അമ്മയെക്കുറിച്ച് ഓർക്കാനും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ഹൃതിക കരയുവാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവാണ്. അയ്യോ മേഡം, അത് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞുള്ള അറിവല്ലേ, അത് ശരിയാകണമെന്നുണ്ടോ? മേഡം കേട്ട കഥകളൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞതാണെങ്കിലോ? ഒരു പക്ഷേ മേഡം ഇനി കരുതിയിരിക്കുന്ന പോലെ ഒരു അമ്മയല്ലെങ്കിലോ മേഡത്തിൻ്റെ യഥാർത്ഥ അമ്മ? ഹൃതിക വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് രാജുവിനോട് പറയാ, എൻ്റെ അമ്മ യഥാർത്ഥത്തിൽ നല്ല ഒരമ്മയായിരുന്നെങ്കിലേ എൻ്റെ അച്ഛൻ അമ്മയോട് പിണങ്ങുമായിരുന്നു. മേഡം ചോദിച്ച ആ ചോദ്യം ശരിയാണ്, പക്ഷേ ആ ചോദ്യത്തിൽ മാത്രമേ ഒരു റൈറ്റ് ഉള്ളൂ. പക്ഷേ ഏതൊരാളെയും ആർക്കും തെറ്റിദ്ധരിപ്പിക്കാം. ഇനി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് മേഡത്തിൻ്റെ അമ്മയെങ്കിലോ? അങ്ങനെയാണെങ്കിൽ രാജുവിന് തോന്നുന്നുണ്ടോ സ്വന്തം മകളെ ഉപേക്ഷിച്ചിട്ട് ഒരമ്മ പോകുമോ? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല രാജു. മേഡം അറിഞ്ഞിട്ടുള്ളതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ മേഡത്തിൻ്റെ സ്വന്തം അമ്മയെ ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്നുള്ള താല്പര്യം മേഡത്തിന് ഉണ്ടാവേണ്ടതല്ലേ?
ചങ്ക് തകർന്നുകൊണ്ടാണ് ഋതിക പറയുന്നത്. ഞാൻ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുന്നെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്നും അച്ഛൻ എന്നെ ഒഴിവാക്കും. മാഡം ഈ കേട്ടതൊക്കെ ശരിയാകണമെന്നില്ല മാഡം. എല്ലാ ബന്ധങ്ങളുടെ ഇടയിലേക്ക് ചില മീഡിയേറ്ററുകൾ കടന്നുകൂടാറുണ്ട്. അങ്ങനെയുള്ളവർ ആ കുടുംബജീവിതം തകർത്തെറിയും. ഇവിടുത്തെ ജോലിക്കാർക്കൊക്കെ മാഡത്തിൻ്റെ അമ്മയെ ശരിക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ഞാനേ അവരോടൊക്കെ ഒന്ന് തിരക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് രാജു ഋതിയോട് പറഞ്ഞിട്ട് ആ ജോലിക്കാരുടെ അടുത്തോട്ട് പോവുകയാണ്. അയ്യോ എന്താ കൊച്ചു തമ്പുരാനെ വന്നത്? അതെ ഞാൻ വന്നതേ മാഡത്തിൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ഋതിക മാഡത്തെ പോലെ തന്നെയാണോ മാഡത്തിൻ്റെ അമ്മ ഇരുന്നത്? അയ്യോ അതുപോലെ തന്നെ, ഞങ്ങളുടെ ദുർഗാദേവിയെ പോലെ തന്നെ. എന്ത് നല്ല സ്വഭാവമാണെന്നറിയാവോ? ആ വലിയ തമ്പുരാനെ പോലെ തന്നെ എല്ലാവരുടെ സ്നേഹവും ആരുടെയും സങ്കടം കണ്ട അപ്പോഴലിയുന്ന മനസ്സുവാ. നല്ല ശുദ്ധഗതിക്കാരിയായിരുന്നു. സാക്ഷാൽ സരസ്വതി ദേവിയുടെ കടാശം കിട്ടിയ കുട്ടിയാ. നല്ല ഒന്നാന്തരം ഒരു നർത്തകി കൂടായിരുന്നു. ആ ആളിപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ല. എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അയ്യോ കൊച്ചു തമ്പുരാട്ടിയുടെ ഈ പ്രായത്തിൽ ഞങ്ങൾ കണ്ടതാ. പിന്നെ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പത്മാവതിയെക്കുറിച്ച് അവരൊക്കെ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ രാജുവിനും ആകെ സങ്കടമായി. രാജു മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ കേട്ടിടത്തോളം അമ്മയൊരു വെറും പാവമായിരുന്നല്ലോ. പാവങ്ങളെയാണല്ലോ ആളുകൾക്ക് എളുപ്പം തകർക്കാൻ പറ്റുന്നത്. എവിടെയാണെങ്കിലും ആ അമ്മയെ ഞാൻ കണ്ടെത്തും. സരസ്വതി അമ്മ അങ്ങനെ രാവിലെ ഒരുങ്ങി മൊബൈലിലൊക്കെ എന്തൊക്കെ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് ഋതിക അമ്പലത്തിൽ പോയിട്ട് വരുന്നത്. അമ്മാമ്മേ എന്നും വിളിച്ചുകൊണ്ട് ഓടി അടുത്തോട്ട് ചെല്ലുവാണ്. എൻ്റെ പൊന്നുമോള് തൊഴുത് പ്രാർത്ഥിച്ചമ്മാമ്മേ എന്നും പറഞ്ഞ ആ പ്രസാദം ഋതിക സരസ്വതി അമ്മയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. വനദുർഗയാ മോളെ ഇവിടുത്തെ പ്രതിഷ്ഠ. വിളിച്ചാ വിളിയേക്കുന്ന അമ്മയാ. എൻ്റെ അമ്മാമ്മയെ പോലൊരു ദേവിയാ അതും. രാജു നോക്കുമ്പോൾ കാര്യസ്ഥൻ 2-3 പണിക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലിനി കാര്യസ്ഥനോട് ചോദിക്കാനാണെന്ന് തോന്നുന്നു രാജു പോകുന്നത്. അങ്കിളെ അവിടെ നിന്ന് നിന്നെ എന്നും പറഞ്ഞ് രാജു അങ്ങോട്ട് ചെല്ലുവാണ്. കാര്യസ്ഥൻ രാജുവിനോട് ചോദിക്കുന്നുണ്ട്, രാജു രാവിലെ അമ്പലത്തിലൊക്കെ പോയില്ലേ? അതെ പോയി എന്നൊക്കെ രാജുവും പറയുന്നുണ്ട്. അവിടുത്തെ ഉത്സവം അടുക്കാറായി, അടുത്ത മാസമാണ് എന്നിങ്ങനെ പറയുമ്പോൾ രാജു പറയുക, അങ്കിളെ ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന് എന്നോട് സത്യം പറയുമോ? അത് കുഞ്ഞെ ചോദ്യം കേട്ടാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. മറ്റൊന്നുമല്ല, എൻ്റെ ഭാര്യയുടെ അമ്മയെക്കുറിച്ചാണ്. അവരെവിടെയാ? എന്താ സംഭവിച്ചത്? പെട്ടെന്ന് കാര്യസ്ഥൻ രാജുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാം, ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. ചോദ്യം കേട്ടിട്ട് ഞാൻ മറുപടി പറയാമെന്ന്. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു അധികാരവും ഇവിടെ ഇല്ല. നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ചിലപ്പോഴേ വലിയ ആപത്തുകളെ വിളിച്ചു വരുത്തും. പലതും സാറിൻ്റെ അച്ഛൻ വേണുവിനറിയാം. വേണുവിനോട് ചോദിച്ചൂടെ? അതിനെ അച്ഛനൊന്നും അറിയില്ല. എന്നാൽ എനിക്കെല്ലാം അറിയാം. പക്ഷെ ഞാൻ ഒന്നും പറയില്ല. പറയാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. സരസ്വതി തമ്പുരാട്ടിക്ക് അതൊന്നും ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞിട്ട് രാജുവിനെ ഒന്ന് നോക്കിയിട്ട് കാര്യസ്ഥൻ്റെ പണിക്ക് പോയി. എന്നാൽ എന്തെങ്കിലും പത്മാവതിയെക്കുറിച്ചൊരു തുമ്പ് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് രാജു അവിടെയുള്ള മറ്റൊരു മുറിയിൽ പോയി നോക്കുവാണ്. അവിടെ കുറേ ബുക്സുകളും ഒക്കെ ഇരിപ്പുണ്ട്. രാജു ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആ ബുക്കിൽ എവിടെയെങ്കിലും പത്മാവതിയുടെ ഫോട്ടോ കാണും. അങ്ങനെ പത്മാവതിയെ കാണുമ്പം തന്നെ രാജുവിന് മനസ്സിലാവും, ദൈവമേ ഇതെൻ്റെ വീട്ടിൽ ഋതിക മേഡത്തിനെ കാണാൻ വരുന്ന ആ മീരാ മേഡമല്ലേ? ഈ മീരാ മേഡമായിരുന്നോ പത്മാവതി അമ്മ? ഈ പത്മാവതി അമ്മയായിരുന്നല്ലോ ഋതിക മേഡം വെറുത്തിരുന്നത്. ഈ പത്മാവതി അമ്മയ്ക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്? അതൊക്കെ ഇനി നമ്മുടെ രാജു കണ്ടുപിടിച്ച് ആ കൊലകാരി അംബികയുടെ യഥാർത്ഥ രൂപം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.